അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞിരുന്നു, സുപ്രഭാതം വൈമാറി സഞ്ചരിക്കുന്നു എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് മുണ്ടുപാറിയും പറഞ്ഞിരുന്നു. ഇനി ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പറയാം. അതായത് പ്രേക്ഷകർ, കാണുന്നവർ, വായിക്കുന്നവർ കൃത്യമായി പറയാം. ഇന്നത്തെ മനോരമ, മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക, സുപ്രഭാതം, ഇതിൽ ഖാലി ഫൗണ്ടേഷനിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം, അതായത് മുസ്ലിം ലീഗിനെയും സമസ്തയെയും തെറ്റിക്കാൻ ശ്രമിക്കുന്നു, നടക്കില്ല എന്ന വാചകമാണ് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പത്രമായ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പത്രമായ പത്രമല്ലാത്ത എല്ലാ പത്രങ്ങളും എഴുതിയത്. അതിനാണ് വലിയ പ്രാധാന്യം നൽകിയത്. കാരണം അത് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇടയിലുള്ള ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ വലിയ ഒരു എന്താ പറയുക, നല്ലൊരു ഊർജം നൽകുന്ന, അതിൽ ഒരുപാട് സന്തോഷം നൽകുന്ന, നമുക്കിടയിൽ ഒരുപാട് സമാധാനം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അത് കൊടുക്കാതിരുന്നു. അത് എവിടെയാണെന്ന് ഞാൻ ഈ വോയിസിൻ്റെ കൂടെ ആ പത്രം കാണാവുന്നതാണ്, നിങ്ങളൊന്ന് നോക്കുക. എവിടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ബാക്കി കൂട്ടത്തിൽ ഈ പത്രത്തിലുള്ളത് എന്ന്. അതായത് മുസ്ലിം ലീഗിനെയും സമസ്തയെയും തെറ്റിക്കാൻ ശ്രമിക്കുന്നു, നടക്കാൻ പോകുന്നില്ല, നടക്കുന്ന കാര്യമില്ല എന്നർത്ഥം. അപ്പം നമുക്ക് കാര്യമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആരാണ് സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നടക്കുന്നത് എന്ന് കൃത്യമായിട്ടറിയാം. നമ്മുടെ അമീദ് മുലേർ പറഞ്ഞു പോലും മാധ്യമമാണെന്ന്. മാധ്യമത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മനോരമ കൊടുത്തിട്ടുണ്ട്, മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്, ചന്ദ്രിക കൊടുത്തിട്ടുണ്ട്. പക്ഷെ സുപ്രഭാതം അത് കൊടുത്തില്ല. കാരണം എന്താണ്? എങ്ങനെയെങ്കിലും തെറ്റിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന പണിയാണ്, അത് ഞങ്ങൾ തന്നെ കൊടുക്കണ്ട എന്ന തിരിച്ചറിവ് അവരിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ കൊടുക്കാതിരുന്നത്. ഇത് തന്നെയാണ് ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഞങ്ങളെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്കത് കൃത്യമായി പറയുന്നത്. വേറെ ഒരു പത്രവും കൊടുത്തില്ലെങ്കിലും സുപ്രഭാതത്തിൽ ഈ വിഷയത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ടതായിരുന്നു. കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ പ്രസ്താവനയെ കണ്ടതുപോലുമില്ല. കണ്ടതുപോലുമില്ല. അപ്പോൾ നമുക്കറിയാം ഇവർ ആർക്കാണ് പഠിക്കുന്നത്. KT ജലീലിന് വേണ്ടിയാണോ, അതല്ല മറ്റു ചിലർക്കാണോ, പിണറായി വിജയന് വേണ്ടിയിട്ടാണോ, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ഇവരുടെ കളി എന്ന് തിരിച്ചറിയാം. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു.